الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهدي ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم لن تنالوا البر حتى تنفقوا مما تحبون ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ പടച്ച റബ്ബിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്നും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി ഈമാനും തഖ്വയും കൈവരിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇസ്ലാമിലെ ഒരു സാങ്കേതിക ശബ്ദം ഇന്ത്യ രാജ്യം മുഴുവൻ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യമെന്ന നിലക്കും ലോകത്ത് മുസ്ലിമീങ്ങൾ ഏറെ താമസിക്കുന്ന രണ്ടാമത്തെ രാജ്യമെന്ന നിലക്കും ഇന്ത്യയിൽ ഇസ്ലാമിൻ്റെ ഒരു സാങ്കേതിക പാദത്തെ മുൻനിർത്തി അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വളരെ ബൃഹത്തായ നിലയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ ഒരു ഭാഗത്ത് പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നതുമൊക്കെ സ്വാഗതാർഹമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് പാർലമെൻറ്റിൽ ലോക്സഭയിൽ വഖഫ് ബില്ലിനെതിരിൽ വഖഫ് ഭേദഗതി ബില്ല് പാസ്സാക്കിയിട്ടുള്ളത്. എന്നാൽ അത്തരം ഒരു ബില്ല് പാസ്സായി വന്ന ഉടൻ സമൂഹത്തിലും മാധ്യമങ്ങളിലും രാഷ്ട്രീയ മേഖലകളിലുമെല്ലാം വളരെ സജീവമായ ചർച്ചകളാണ് വന്നുകൊണ്ടിരുന്നത്. ഈ സന്ദർഭത്തിൽ വിശ്വാസികളെന്ന നിലക്ക്, മുസ്ലിമീങ്ങളെന്ന നിലക്ക് അവരുടെ കാഴ്ചപ്പാട്
കൃത്യമായി ഒരു ഇസ്ലാം വിശ്വാസി എന്ന നിലക്ക് അതിനെ പഠിക്കുകയും മനസ്സിലാക്കുകയും അതിനനുസരിച്ച് വേണ്ട നിലക്കുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് ഒരു മുസ്ലിമിൻ്റെ ബാധ്യതയാണ്. പ്രത്യേകിച്ച് ഒരു വിശ്വാസി എന്ന നിലക്ക് മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക പ്രത്യയശാസ്ത്രങ്ങൾ, ഇസ്ലാമിൻ്റെ ആദർശങ്ങൾ എക്കാലഘട്ടത്തിലും പ്രസക്തമാണ് എന്നത് അള്ളാഹുവിൻ്റെ ഖുർആനും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ആ നിലക്ക് ഇസ്ലാം വിളിച്ചോതുന്ന അതിൻ്റെ പ്രത്യയശാസ്ത്രങ്ങളും ആദർശങ്ങളും അതിനെതിരിൽ എക്കാലഘട്ടത്തിലും ഇസ്ലാമിൻ്റെ ശത്രുക്കൾ അതിനെതിരെ പടയോട്ടം നടത്തുക എന്നത് സ്വാഭാവികമാണ്. ഇസ്ലാമിൻ്റെ തുടക്കകാലഘട്ടം മുതൽ ഇസ്ലാമിനെതിരിൽ ഇസ്ലാമിൻ്റെ ഏറ്റവും സുന്ദരമായ മനോഹരമായ ഒരാദർശത്തെയും അതിൻ്റെ പ്രത്യയശാസ്ത്രത്തെയും വിലക്ക് സൃഷ്ടിക്കാൻ വേണ്ടി പലതരത്തിലുള്ള കുതന്ത്രങ്ങളും ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇസ്ലാമിൻ്റെ അനുയായികൾക്ക് പിന്നാലെ കൂടി സംസാരിക്കുന്ന പ്രവണത ഇന്നും ഇന്നലകളിലും ഇനിയും സംഭവിക്കുമെന്ന സത്യം ഞാൻ നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിൻ്റെ ആരാധന വിഷയങ്ങളാകട്ടെ, അതല്ലെങ്കിൽ അനുഷ്ഠാന വിഷയങ്ങളാകട്ടെ, അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാങ്കേതിക വിഷയങ്ങളാകട്ടെ, ഏത് വിഷയങ്ങളും ഇസ്ലാം കൃത്യമായി മനുഷ്യൻ്റെ മുമ്പിൽ ഏതൊരു മനുഷ്യനും കൃത്യമായി ഉൾക്കൊള്ളാൻ പാകത്തിന് പ്രകൃതിദത്തമായ ഇസ്ലാമിക അധ്യാപനങ്ങൾ ആരുടെ മുമ്പിലും സംസാരിക്കുമ്പോൾ ഇതൊക്കെ ഇന്നേ വരെ കേട്ടിട്ടില്ലാത്തവണ്ണം പലപ്പോഴും ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇസ്ലാമിനെതിരിൽ സംസാരിക്കുന്നത് സ്വാഭാവികമാണ് എന്നത് വിശ്വാസികളെന്ന നിലക്ക്, മുസ്ലിമീങ്ങളെന്ന നിലക്ക് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിൻ്റെ ആരാധന വിഷയങ്ങൾ എടുത്തു പരിശോധിച്ചാൽ ഏതൊരു മനുഷ്യനും, പ്രത്യേകിച്ച് ഇതര മതവിശ്വാസികൾക്ക് ഇടയിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ ഏത് ആദർശങ്ങളും ഇസ്ലാം പഠിപ്പിക്കുന്ന ആരാധനകളും അനുഷ്ഠാന കർമ്മങ്ങളും എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പാകത്തിന് അള്ളാഹുവിൻ്റെ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ഉടയ തമ്പുരാൻ നിയമം പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിൻ്റെ ഖുർആനും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൃത്യമായി അതിനെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തെ കോടി മനുഷ്യന്മാർക്ക് ഉൾക്കൊള്ളാൻ പാകത്തിനുള്ള ഒരു പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം മനുഷ്യർക്ക് മുമ്പിൽ വെച്ചിട്ടുള്ളത്. നമുക്ക് കാണാൻ കഴിയും, മറ്റുള്ളവർക്ക് ഒരിക്കലും പ്രയാസവും ദോഷവും സൃഷ്ടിക്കാത്ത ആരാധനാ കർമ്മങ്ങളാണ്, അനുഷ്ഠാന കർമ്മങ്ങളാണ് ഇസ്ലാം മനുഷ്യർക്ക് മുമ്പിൽ വെക്കുന്നത്. ഏറ്റവും സുപ്രധാനമായി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു മുസ്ലിമായി തീരുന്നത് അവൻ്റെ ആദർശത്തിലൂടെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദയെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ഖുർആൻ പരാമർശിക്കുന്നത് എത്ര ഗൗരവത്തിലാണ്. അതൊരു ഉപമയോളിലൂടെ അള്ളാഹുവിൻ്റെ ഖുർആൻ സംസാരിച്ചത് കശജറത്തിൻ ത്വയ്യിബ, നല്ല ഒരു മരത്തോടാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ ഉപമിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ചവനാണ് യഥാർത്ഥ വിശ്വാസിയെങ്കിൽ ആ വിശ്വാസി ഏതുപോലെ എന്നത് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത് കശജറത്തിൻ ത്വയ്യിബ, നല്ല ഒരു മരം. എന്താണ് സഹോദരങ്ങളെ ഒരു മരത്തിൻ്റെ ധർമ്മം? എല്ലാവർക്കും പറവകൾക്ക് കൂടുണ്ടാക്കാൻ കഴിയുന്ന, മനുഷ്യന്മാർക്ക് തണലേകുന്ന, അതല്ലെങ്കിൽ പറവകൾക്കും ജീവജാലങ്ങൾക്കും പഴങ്ങൾ സമ്മാനിക്കുന്ന എത്രയോ വലിയ നന്മകളാണ്, ഒട്ടേറെ ധർമ്മങ്ങളാണ് ഒരു മരം സംവിധാനിക്കുന്നതെങ്കിൽ പ്രത്യേകിച്ച് മുസ്ലിമായി ജീവിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അടിസ്ഥാന ആദർശം പ്രഖ്യാപിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതര മതസ്ഥരുടെ നടുവിൽ ജീവിക്കുന്ന ഒരു വിശ്വാസിയെ കൊണ്ട് ഒരിക്കലും ഒരാൾക്കും ഒരു പ്രയാസവും ഒരു ദോഷവും ഒരു ബുദ്ധിമുട്ടും ഒരാളുടെ നോട്ടം കൊണ്ടാകട്ടെ, അതല്ലെങ്കിൽ അവൻ്റെ ആംഗ്യം കൊണ്ടാകട്ടെ, അതല്ലെങ്കിൽ അവൻ്റെ സംസാരം കൊണ്ടാകട്ടെ, ഒരു നിലക്കുമുള്ള പ്രയാസവും ബുദ്ധിമുട്ടും ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന ഒരു മുസ്ലിമിൻ്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാകില്ല എന്നതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. എത്രത്തോളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുന്ന അധ്യാപനങ്ങൾ ഓരോന്നും വിശ്വാസികളെന്ന നിലക്ക് മനസ്സിലാക്കുമ്പോൾ, തൻ്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ച് ആഹരിക്കുന്നവൻ മുസ്ലിമല്ല എന്ന് ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുമ്പോൾ അയൽവാസി മുസ്ലിമാണോ എന്ന് പരിഗണിച്ചുകൊണ്ടല്ല അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കുന്നത്. അയൽവാസി ആരുമാകട്ടെ, ഹൈന്ദവനാകട്ടെ, ക്രൈസ്തവനാകട്ടെ, മതമുള്ളവനാകട്ടെ, മതമില്ലാത്തവനാകട്ടെ, ആരായാലും അയൽവാസി പട്ടിണി കിടന്ന് മുസ്ലിം എന്ന നിലക്ക് അവൻ വയറു നിറച്ച് ആഹരിക്കുന്നുണ്ടെങ്കിൽ
അവൻ യഥാർത്ഥ മുസ്ലിം അല്ല എന്ന് ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇർഹമൂ മൻ ഫിൽ അർദ് യർഹമുകും മൻ ഫിസ് സമാ. ആകാശത്തുള്ളവന്റെ അടുക്കൽ നിന്ന് റഹ്മത്ത് നിങ്ങൾക്ക്, കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കണോ, ഭൂമിയിലുള്ള മനുഷ്യരോട് നിങ്ങൾ റഹ്മത്ത് ചെയ്യണം. അത് മനുഷ്യന്മാരോട് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളായി ഏതൊക്കെ ജീവികളുണ്ടോ, നാൽക്കാലികളുണ്ടോ, എല്ലാറ്റിനോടും കരുണ കാണിക്കാനും പഠിപ്പിക്കുന്ന അധ്യാപനമാണ് ഇസ്ലാമിന് നൽകാനുള്ളത്. അതുകൊണ്ട് ഇസ്ലാമിക അധ്യാപനങ്ങളെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിൻ്റെ ആരാധനകൾ പരിശോധിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഒരിക്കലും പ്രയാസം സൃഷ്ടിക്കുന്നില്ല. നോക്കൂ, ഇസ്ലാമിൻ്റെ ഏറ്റവും നല്ല 2 ആഘോഷങ്ങളെ ഇസ്ലാം പഠിപ്പിച്ചു. നമ്മളൊരാഘോഷം പൂർത്തീകരിച്ചവരാണ്. 30 ദിവസത്തെ നോമ്പെടുത്തതിന് ശേഷം ഇസ്ലാം വിശ്വാസികൾക്ക് സന്തോഷ സൂചകമായി അള്ളാഹുവിൻ്റെ ഖുർആനും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ച ഈദുൽ ഫിത്തർ ആഘോഷിച്ചിട്ടുണ്ട്. എന്നാൽ ആ ആഘോഷത്തിൻ്റെ പേരിൽ നമ്മൾ ഇന്നേ വരെ ഒരു റോഡ് ബ്ലോക്കാക്കിക്കൊണ്ടുള്ള ഒരു ആരാധന കർമ്മം വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ നിർവഹിച്ചിട്ടില്ല. അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാതടപ്പിക്കുന്ന ഒരു ആഘോഷങ്ങളും മുസ്ലിം എന്ന നിലക്ക് നമുക്ക് ചെയ്യാൻ കഴിയില്ല. മറിച്ച് ആരാധനകൾ അള്ളാഹു സമ്മാനിച്ച അവൻ തന്നെ നിഅമത്തുകൾക്ക് പകരമായി കൊണ്ട് ആരാധന നിർവഹിച്ച ആഘോഷം ഒരു ഇബാദത്തായി അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ റബ്ബിനെ ഓർത്ത് സാഷ്ടാംഗം ചെയ്തവരാണ്, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞവരാണ്. എന്നാൽ സഹോദരങ്ങളെ, എത്രയോ ആഘോഷ പരിപാടികൾ നമ്മളുടെ നാട്ടിലും അതല്ലാത്ത പ്രദേശങ്ങളിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് അക്രമങ്ങൾ, എന്തുകൊണ്ട് കൊലപാതകങ്ങൾ, എന്തുകൊണ്ട് തിന്മകൾ, വിദ്വേഷങ്ങൾ, പകയും കൊലപാതകങ്ങളും ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, പല ആഘോഷങ്ങൾക്കുമിടയിൽ തിന്മകളാണ്, അടിഞ്ഞാട്ടങ്ങളാണ്, ലഹരിയാണ്, മറ്റു പല തോന്നിവാസങ്ങളും നടക്കുന്നത് കൊണ്ട് പല ജാതി തിന്മകൾ മനുഷ്യനെ ഏറ്റവും വലിയ മ്ലേച്ഛതയിലേക്ക്, അധപ്പതനത്തിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഞാനും നിങ്ങളും അറിയപ്പെടേണ്ടതുണ്ട്. എത്രയോ ആഘോഷങ്ങൾക്കിടയിലാണ് വീടുകൾ കൊള്ളയടിക്കപ്പെട്ടിട്ടുള്ളത്, അതല്ലെങ്കിൽ മറ്റു മനുഷ്യരെ വേദനിപ്പിച്ചിട്ടുള്ളത്, മറ്റുള്ളവരുടെ ജീവനെ ഹനിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇസ്ലാമിൻ്റെ ആഘോഷങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്ര പവിത്രമായി, എത്ര സുന്ദരമായി അള്ളാഹുവിൻ്റെ ഖുർആനും ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ചു. എന്നാൽ ഇസ്ലാം പഠിപ്പിക്കാത്ത ഏതൊരു ഇബാദത്താകട്ടെ, ഏതൊരു അനുഷ്ഠാന കർമ്മങ്ങളാകട്ടെ, അതൊക്കെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ മറ്റു മതസ്ഥർക്കും മറ്റുള്ള ജീവജാലങ്ങൾക്കും ഒക്കെ പ്രയാസം സൃഷ്ടിക്കും എന്നത് ഞാനും നിങ്ങളും തിരിച്ചറിയണം. അള്ളാഹുവിൻ്റെ ഖുർആനും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ച അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായി കൊണ്ട് ആരെങ്കിലും പ്രവർത്തിച്ചു പോയാൽ അവിടെ റോഡ് ബ്ലോക്കായി തീരും. മറ്റുള്ളവരുടെ കാതടപ്പിക്കുന്ന ശബ്ദകോലാഹലങ്ങളുണ്ടാകും, മറ്റുള്ളവർക്ക് പ്രയാസം സൃഷ്ടിക്കും. എന്നാൽ അത്തരം ഒരു ഇബാദത്തുകളും അനുഷ്ഠാനങ്ങളും ഖുർആൻ പഠിപ്പിച്ചില്ലയോ, അതിൽ നിന്ന് മാറി നിൽക്കലാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത. അവിടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈമാൻ എന്താണ് എന്ന് പഠിപ്പിച്ചത്. അൽ ഈമാൻ ബിദ്ഉൻ വസബ്ഊന ശുഅബ. ഈമാൻ എന്താണ്? റസൂലുള്ള സ്വഹാബികളോട് പറഞ്ഞു, അതിന് 70-ൽ പരം ശാഖകളുണ്ട്. അഫ്ളലുഹാ അഅലാഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏറ്റവും ഉത്കൃഷ്ടമായ വാചകം അവിടുന്ന് ഇപ്പോൾ റസൂലുള്ള പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദയാണ്. വഅദ്നാഹാ ഇമാതത്തുൽ അദാ അനി ത്വരീഖ്. ഏറ്റവും താഴ്ന്ന പടി. വിശ്വാസികളെ, മുസ്ലിമീങ്ങളെ, ഇസ്ലാമിൻ്റെ ഈമാനിൻ്റെ ഏറ്റവും ഉയർന്ന പടി അവിടുന്ന് റസൂലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അത്തരം ഒരു ഈമാൻ നേടിയ ആളുകൾ എന്ന നിലക്ക് അതിൻ്റെ ഏറ്റവും താഴ്ന്ന പടി പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് അവിടുന്ന് വഴിയിൽ നിന്ന് മാലിന്യങ്ങളെ നീക്കം ചെയ്യണമെന്നതാണ്. മറ്റുള്ളവർക്ക് പ്രയാസം സൃഷ്ടിക്കുന്ന ഒന്നും ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ, ഈമാൻ ഉൾക്കൊണ്ട ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഫീ കുല്ലി കബദിൻ റത്ബത്തിൻ അജ്ർ. പച്ചക്കരളുള്ള ഏതൊരു ജീവിയോടും നന്മ ചെയ്യുന്നത് നിങ്ങൾക്ക് പുണ്യമാണ് എന്ന് പഠിപ്പിച്ച മതത്തിൻ്റെ അനുയായികളാണ്. മനുഷ്യത്വത്തിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഉദാത്ത മാതൃക പഠിപ്പിച്ച മതത്തിൻ്റെ അധ്യാപനങ്ങൾക്ക് എതിരിൽ ഇന്ന് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, ഇസ്ലാമിനോട് കടുത്ത വിദ്വേഷമുള്ള ആളുകൾ ഇസ്ലാമിനെതിരിൽ ഇസ്ലാമോഫോബിയ സൃഷ്ടിച്ചുകൊണ്ട്
പല ജാതി സംസാരങ്ങളും ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിലെ ലേറ്റസ്റ്റായി വന്നുകൊണ്ടിരിക്കുന്ന, ഇന്ന് പത്രം വായിച്ച ആളുകൾക്കറിയാം, വഖഫുമായി ബന്ധപ്പെട്ട് വന്ന നിയമങ്ങളും അതിൻ്റെ സാധുതകളും പ്രതീക്ഷ നൽകുന്ന ചില സുപ്രീം കോടതിയുടെ വിധികളും ഒക്കെ അൽഹംദുലില്ലാ നമ്മൾ വായിച്ചു. എന്നാൽ എന്താണ് സഹോദരങ്ങളെ വഖഫ് എന്നത് അറിയാതെ പോകുന്ന മനുഷ്യന്മാരുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് വഖഫ്? വഖഫ എന്ന പദം നിന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. വഖഫ എന്ന പദത്തിൽ നിന്നാണ് വഖഫ്, അത് സ്ഥായിയായി നിൽക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ച ഒരു ഹദീസിൽ കൃത്യമായി എന്താണ് വഖഫ് എന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്ന അബാഹു അതാഉ അൽ ഖൈബർ അർളൻ, ഖൈബർ യുദ്ധം കഴിഞ്ഞ് ഒനീമത്ത് സ്വത്തായി എൻ്റെ പിതാവിന് ഒരു ഭൂമിയാണ് ലഭിച്ചത്. ആ ഭൂമി ലഭിച്ച എൻ്റെ പിതാവ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നി അസബ്തു അർളൻ മിൻ ഖൈബർ, ഖൈബറിൽ നിന്ന് എനിക്കൊരു തുണ്ട് ഭൂമിയാണ് അല്ലാഹുവിൻ്റെ റസൂലേ എനിക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മാ ഉഹിബ്ബു മുസിഅം മിൻഹാ ബി ഖൈബർ, ഖൈബറിൽ നിന്ന് ലഭിച്ച ആ ഭൂമി എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും അമൂല്യമാണ് റസൂലേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്പത്ത് ഖൈബറിൽ നിന്ന് ലഭിച്ച ഗനീമത്ത് സ്വത്താണ് റസൂലേ. ഇന്നി ഖദ് അറദ്തു അൻ അതഖറബ ബിഹാ ഇലല്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള പ്രീതി ലഭിക്കാൻ വേണ്ടി അല്ലാഹുവേ ഖൈബറിൽ നിന്ന് ലഭിച്ച ഈ ഭൂമി നിന്റെ അടുക്കലേക്ക് ഞാൻ ദാനം ചെയ്യുകയാണ്. അല്ലാഹുവിൻ്റെ പ്രവാചകരെ എന്താണ് തീരുമാനം? അവിടുന്ന് തീരുമാനം പറയണം. ഈ ഒരു വാചകം കൃത്യമായി അടിവരയിടണം സഹോദരങ്ങളെ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ അവിടുന്ന് ലഭിക്കുന്ന ഗനീമത്ത് സ്വത്ത്, ഖൈബറിൽ നിന്ന് ലഭിച്ച ഒരു തുണ്ട് ഭൂമി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്തായി, ഏറ്റവും വലിയ അമൂല്യ നിധിയായി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ ലഭിച്ച സമ്പത്ത് ഞാനിതാ അള്ളാഹുവിന് കൊടുക്കുന്നു എന്ന് പറയുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. സഹോദരങ്ങളെ, നമ്മളുടെ ജീവിതത്തിലെ അമൂല്യമായ നമ്മളുടെ നിധികൾ അള്ളാഹുവിന് കൊടുക്കാൻ ഇന്നേ വരെ കഴിഞ്ഞിട്ടുണ്ടോ? കയ്യിലിരിക്കുന്ന നോട്ടിലെ ഏറ്റവും പഴയത് അള്ളാഹുവിനിരിക്കട്ടെ എന്ന് വിചാരിക്കുന്ന മനുഷ്യന്മാരാണ് ഇക്കാലഘട്ടത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഏറ്റവും മോശപ്പെട്ടത്, ആരും വാങ്ങാനില്ലാത്ത വസ്തുവാണെങ്കിൽ അത് അള്ളാഹുവിനിരിക്കട്ടെ, അത് വഖഫ് ചെയ്യാം എന്നൊക്കെ പറയുന്ന മനുഷ്യന്മാരെ കാണാൻ കഴിയും. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവിൽ നിന്ന് ഇസ്ലാമിനെ ചോദിച്ചു പഠിച്ചറിഞ്ഞ സ്വഹാബത്തിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ അവിടുന്ന് ജീവിതത്തിലെ അമൂല്യ നിധിയാണ് അള്ളാഹുവിലേക്ക് കൊടുക്കാൻ ഞാൻ സന്നദ്ധനാകുന്നത്. റസൂലെ തീരുമാനം പറയണം. മാദാ തഅ്മുറു ഫീഹാ, അള്ളാഹുവിൻ്റെ റസൂലെ എന്താണ് അവിടുത്തെ അഭിപ്രായം? അവിടുന്ന് പറയുമ്പോൾ ഇൻ ശിഅതി ഹബിസ്ത വതസ്ലഹ തസദ്ദഖ്ത ബിഹാ, അവിടുന്ന് റസൂലുള്ളാഹ് വഖഫിനെ സംബന്ധിച്ചാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇൻ ശിഅതി, നീ ഉദ്ദേശിച്ചാൽ, നീ അവിടുന്ന് വിചാരിച്ചാൽ, നിനക്ക് അത്തരത്തിൽ ഉമറെ നിനക്ക് താല്പര്യമാണെങ്കിൽ തസ്ലഹ തസദ്ദഖ്ത ബിഹാ, അതിൻ്റെ അസുലിനെ അവിടെ നിലനിർത്തിക്കൊണ്ട് നീ സ്വതക്ക ചെയ്യണം എന്ന ഒരു അധ്യാപനമാണ്, ഒരു വഖഫിനെ കുറിച്ചാണ്. അവിടെ സ്ഥായിയായി ആ വസ്തുവിനെ വിൽക്കപ്പെടാൻ പാടില്ല. ആ വസ്തു അവിടെ നിൽക്കുകയും അതിലേക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭങ്ങൾ മുഴുവൻ റബ്ബിലേക്ക് കൊടുക്കുക എന്നൊരു വലിയ പാഠമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. എന്നിട്ട് തുടർന്ന് റസൂലുള്ള പറഞ്ഞു, ഇന്നഹു ലാ യുദാഉ അസ്ലുഹാ, അതൊരിക്കലും വിറ്റുകളയാൻ, വഖഫ് ചെയ്ത വസ്തുക്കൾ ഒരിക്കലും വിറ്റുകളയാൻ പാടില്ല. വല യുബാ, ഒരിക്കലും വാങ്ങാൻ പാടില്ല. വല യൂറസ്, അത് അനന്തരമായി തങ്ങളുടെ പിൻഗാമികളായ ആളുകൾക്ക്, ഇന്ന് നമ്മളുടെ സ്വത്തുക്കൾ ഒരുപക്ഷെ നമ്മൾ മരണപ്പെട്ടാൽ നമ്മളുടെ അനന്തരവന്മാരായിട്ടുള്ള ആളുകൾക്ക് നമ്മൾ സ്വത്ത് വീതം വെക്കും. എന്നാൽ അള്ളാഹുലേക്ക് ഏൽപ്പിച്ച വഖഫ് ചെയ്ത ഒരു സ്വത്ത് ഒരിക്കലും നിങ്ങളുടെ അനന്തരവർക്ക് നിങ്ങൾ കൊടുക്കാൻ പാടില്ല. വല യൂസിക്, നിങ്ങൾ ഒരിക്കലും സമ്മാനമായി മറ്റുള്ളവർക്ക് കൊടുക്കരുത്. അത്തരത്തിൽ വഖഫ് ചെയ്ത നൽകപ്പെട്ട ആ സ്ഥലങ്ങളിൽ എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്? പ്രത്യേകിച്ച് അത്തരം സ്ഥലങ്ങളിൽ നന്മകൾ വിളയുന്ന പള്ളികളാണെങ്കിൽ പള്ളികൾ, യതീംഖാനകളാണെങ്കിൽ അത്, അനാഥാലയങ്ങളാണെങ്കിൽ അത്, അങ്ങനെ ഇസ്ലാമിനെ നന്മകൾ മറ്റുള്ളവർക്ക് പരസ്പരം സമ്മാനിക്കുന്ന തരത്തിലുള്ള
ചില നിർദ്ദേശങ്ങളാണ് അള്ളാഹുവിൻ്റെ ഖുർആനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിക്കുന്നത്. നോക്കൂ സഹോദരങ്ങളെ, ഇന്ത്യയിലെ വഖഫ് സ്വത്ത് അതിൻ്റെ കണക്കെടുത്താൽ ഏറ്റവും കൂടുതൽ ഖബർസ്ഥാനുകളാണ്, പള്ളികളാണ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്, യതീംഖാനകളാണ്, അനാഥാലയങ്ങളാണ്. വഖഫ് സംബന്ധമായി കൃത്യമായി പരിശോധന നടക്കുമ്പോൾ അതൊക്കെ കൃത്യമായി കാണാൻ കഴിയും. ആ നിലക്ക് അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിച്ചതുപോലെ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ അള്ളാഹുവിലേക്ക് ദാനം ചെയ്യാതെ നിങ്ങൾക്ക് പുണ്യം നേടാൻ കഴിയില്ല എന്ന ഖുർആനിൻ്റെ ആയത്ത് കേട്ടപ്പോഴാണ് അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു അവിടുന്ന് മദീനയിലെ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബൈറുഹാ തോട്ടം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നിട്ട് റസൂലിനെ ഏൽപ്പിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന പള്ളിയിൽ നിന്ന് വിശ്രമിക്കാൻ പോകുന്ന ബൈറുഹാ തോട്ടം റസൂലിന് അറിയാം ആ സമ്പത്തിൻ്റെ മൂല്യം എത്രയുണ്ട് എന്ന്. അങ്ങനെ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ ഖുർആനിൻ്റെ ആയത്ത് കേട്ടപ്പോൾ പരിവർത്തനമുണ്ടായി. അള്ളാഹുവിൻ്റെ പ്രീതിയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്കെൻ്റെ റബ്ബ് തന്ന സമ്പത്തിനേക്കാൾ ഏറ്റവും വലുത് എന്ന് തിരിച്ചറിഞ്ഞ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു ബൈറുഹാ തോട്ടം ഇസ്ലാമിന് വേണ്ടി അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചു. അങ്ങനെ ഇസ്ലാമിന് വേണ്ടി റബ്ബിന് വേണ്ടി നമ്മളുടെ സമ്പത്തിൻ്റെ ഒരു ഓഹരി റബ്ബിലേക്ക് കൊടുക്കാൻ സഹോദരങ്ങളെ ഞാനും നിങ്ങളും തയ്യാറാകേണ്ടതുണ്ട്. ഇന്ത്യയിലെ വഖഫ് സ്വത്തിൻ്റെ കണക്കെടുത്താൽ 9 ലക്ഷം ഏക്കർ ഭൂമി, സുബ്ഹാനല്ലാഹ്, 9 ലക്ഷം ഏക്കർ ഭൂമിയാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ട കണക്കനുസരിച്ച് 9 ലക്ഷം ഏക്കർ ഭൂമിയാണ് ഇന്ത്യയിൽ വഖഫ് സ്വത്തായിട്ടുള്ളത്. സഹോദരങ്ങളെ, അതൊന്ന് കൂട്ടിക്കിഴിച്ച് കണക്കാക്കിയാൽ കോടി രൂപയുടെ മൂല്യം വരുന്ന സമ്പത്താണ് വഖഫായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ സമ്പത്ത് കഴിഞ്ഞാൽ 2ാം സ്ഥാനം വഖഫിനാണുള്ളത്. വഖഫിനാണ് ഏറ്റവും വലിയ മൂല്യം. ഇന്ത്യൻ റെയിൽവേക്കാണ് 1ാം സ്ഥാനമെങ്കിൽ 2ാമത്തെ മൂല്യം വഖഫ് സമ്പത്തിനാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത്തരം ഏറ്റവും വലിയ സമ്പത്ത്, ഇത്രയധികം സ്വത്തുക്കൾ ഈ കൈവശമുള്ള ഒരു വഖഫ് സംബന്ധിച്ച് അത് സമ്പത്ത് കൈകാര്യം ചെയ്യുന്നവർക്ക് എതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളും ഇതിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കങ്ങളും ഇന്നും ഇന്നലകളിലും ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് കൃത്യമായി ആ ഒരു വിഷയത്തെ ഞാൻ നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളെയാണ് ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ നിങ്ങളുമൊക്കെ കഴിഞ്ഞ ദിവസം കേട്ട ഒരു പെൺകുട്ടി തട്ടവിട്ടിരുന്ന് ചാനലുകൾക്ക് മുമ്പിൽ ചർച്ച ചെയ്യുന്നത് വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത് തട്ടവിട്ട ഒരു പെൺകുട്ടിയോട്. ആ പെൺകുട്ടിയോട് ചോദിക്കുമ്പോൾ പെൺകുട്ടി പറയുന്നൊരു മറുപടിയുണ്ട്, കാലഘട്ടത്തിനനുസരിച്ച് ഇസ്ലാമിൻ്റെ ശരീഅത്ത് നിയമങ്ങൾക്ക് മാറ്റമുണ്ടാകണം. പറയുന്നത് ആരാണ്? തട്ടമിട്ടിരിക്കുന്ന ഒരു ചെറിയ പെൺകുട്ടി, കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി പറയാണ്, ഇസ്ലാമിൻ്റെ ശരീഅത്തുകൾ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം ചെയ്യപ്പെടണമെന്ന്. സഹോദരിയോട് നമുക്ക് സംസാരിക്കാനുള്ളത്, പറയാനുള്ളത്, ഇത് വഹീൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട മതമാണ്. കുറച്ചാളുകൾ കൂടി ഏതെങ്കിലും വ്യക്തികൾ ഒരുമിച്ചിരുന്ന് കാട്ടിക്കൂട്ടി ഉണ്ടാക്കിയ മതമല്ല. ആ മതത്തിൻ്റെ ചട്ടം സ്വീകരിച്ച് ഇസ്ലാമിൻ്റെ വേഷം ധരിച്ചിട്ടാണ് കാലഘട്ടത്തിനനുസരിച്ച് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അവിടുന്ന് മാറ്റപ്പെടണം എന്ന് പറയുന്നത് മുസ്ലിം നാമധാരികളാണ്. ഇത്തരം ആളുകളെ ഇന്ന് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായി നമ്മളൊക്കെ അറിയണം സഹോദരങ്ങളെ, മതത്തെ പഠിക്കണം, ഇസ്ലാമിനെക്കുറിച്ച് ബോധമുണ്ടാകണം. അള്ളാഹുവിൻ്റെ വഹി അനുസരിച്ച് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച റസൂലിൻ്റെ സംസാരം പോലും വഹീൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഇസ്ലാമിൻ്റെ ശരീഅത്തുകൾക്ക് മാറ്റം വരുത്തേണ്ടതില്ല. അത്ര പവിത്രമായ ഒരു മതമാണ് ഇസ്ലാം നൽകുന്നത്. ഏതു മനുഷ്യനും ഉൾക്കൊള്ളാൻ പറ്റുന്ന പ്രകൃതിദത്തമായ ഒരു മതത്തെയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ കൃത്യമായി ഈ വിഷയങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യയിലെ ഏതൊരു സ്വത്തിനും പല ജാതി അവകാശവാദങ്ങൾ. ഇന്ന് വഖഫ് അതിൻ്റെ ട്രിബ്യൂണൽ സംവിധാനത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ വഖഫ് സംവിധാനത്തിലൂടെ വഖഫ് ട്രിബ്യൂണലിന് ഏത് സമ്പത്തുകളും അതല്ലെങ്കിൽ ഏത് ഭൂമി വകകളും അതൊക്കെ അപഹരിച്ചെടുക്കാനുള്ള ഒരു സംവിധാനമുണ്ട് എന്ന ദുരാരോപണം, പച്ചക്കള്ളം ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ സമ്പത്ത് അന്യായമായി
കവർന്നെടുക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളും സഹോദരങ്ങളെ നമ്മളറിയണം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരിഞ്ച് ഭൂമി നമ്മളുടെ അയൽപ്പക്കക്കാരൻ്റെ അടുക്കൽ നിന്ന് ഭൂമി ഒന്ന് അളന്നെടുക്കുമ്പോൾ ഒരു 4 ഇഞ്ച് അങ്ങോട്ട് പോയാലും എൻ്റെ ഭാഗത്തേക്ക് 1 ഇഞ്ച് അധികമായി വരരുത് എന്ന് നമ്മളൊക്കെ വാശി പിടിക്കണം. എന്തുകൊണ്ട്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഒരു ഭൂമി, തൻ്റെ സഹോദരൻ്റെ ഭൂമി അന്യായമായി ഒരാൾ കവർന്നെടുത്താൽ തത്തുല്യമായ 7 ഭൂമികൾ മനുഷ്യൻ്റെ കഴുത്തിൽ ആവരണം ചെയ്യപ്പെടും എന്ന് ലോകത്തിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അധ്യാപനങ്ങൾ നിലകൊള്ളുമ്പോഴാണ് വിശ്വാസികൾക്കെതിരിൽ ഇത്തരത്തിലുള്ള കപടവാദങ്ങളും തെറ്റിദ്ധാരണകളും കുപ്രചരണങ്ങളും കള്ളപ്രചരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു തുണ്ട് ഭൂമിയും ഒരാളുടെയും അന്യായമായത് കൈക്കലാക്കാൻ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പാടില്ല എന്ന് പഠിപ്പിച്ച മതത്തിൻ്റെ അധ്യാപനങ്ങളുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മളൊക്കെ ജീവിതത്തിൽ കൃത്യമായി പാലിക്കപ്പെടണം. എത്രയോ വിഷയങ്ങളാണ് ഇതൊക്കെ. ഓരോന്ന് കാലഘട്ടത്തിനനുസരിച്ച് വിഷയങ്ങൾ മാറി വരും. പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കി തീർക്കാനാണ് അവിടൊക്കെ നമ്മൾ അറിയേണ്ടത്. ഈ വിഷയങ്ങൾക്ക് തൊട്ടു മുമ്പ് മുത്തലാഖ് വിഷയം വന്നിരുന്നു, ലവ് ജിഹാദ് വന്നിരുന്നു, നാർക്കോട്ടിക് ജിഹാദ് വന്നിരുന്നു. മറക്കാൻ സമയമായിട്ടില്ല എന്തൊക്കെ ജിഹാദുകളെ കുറിച്ചാണ് ഇവിടെ ഇങ്ങനെ കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ബോധമുള്ളവരാകണം. മുത്തലാഖ് വിഷയം, 3 തലാഖും ഒരുമിച്ച് ചൊല്ലി വല്ലാത്തൊരു കാപട്യമാണ് മുസ്ലിമീങ്ങൾ സ്ത്രീകളോട് കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ നടക്കും. എന്നാൽ ഖുർആൻ കൃത്യമായി അത്വലാഖു മറത്താൻ 2 തവണ നിങ്ങൾക്ക് സ്വീകരിക്കാം. ഒരുപക്ഷേ ഒരു ഭർത്താവ് ഭാര്യയെ ത്വലാഖ് ചെയ്താൽ 3 മാസം ഭർത്താവിനോടൊപ്പം ഭാര്യ 3 മാസം ഭർത്താവിൻ്റെ വീട്ടിലുണ്ടാകണം. പിന്നീട് അവളെ തിരിച്ചെടുക്കാം. രണ്ടാമതും ത്വലാഖ് ചൊല്ലിയാൽ വീണ്ടും 3 മാസം ഭർത്താവിൻ്റെ വീട്ടിലുണ്ടാകണം. ഈ നിയമത്തെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് തോന്നിയതുപോലെ മനുഷ്യന്മാർ സംസാരിക്കുന്നത്. കൂട്ടുകൂടാൻ മുസ്ലിമീങ്ങളുണ്ട് സഹോദരങ്ങളെ, അറിയാത്ത മനുഷ്യന്മാർ. ഇതൊക്കെ ഇങ്ങനെയാണോ? എന്നാൽ ഇസ്ലാം ശരിയല്ല എന്നിടത്തേക്ക് മനുഷ്യന്മാർ മാറിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായി ഇസ്ലാമിൻ്റെ നിയമങ്ങളും അധ്യാപനങ്ങളും കൃത്യമായി മനസ്സിലാക്കണം സഹോദരങ്ങളെ. അതുകൊണ്ട് 1-2 വിഷയങ്ങൾ കൂടി സൂചിപ്പിക്കാനുള്ളത്. ഒന്നാമത്തത്, വിശ്വാസികൾ എന്ന നിലക്ക് ഇസ്ലാമിനെതിരിൽ വരുന്ന ഏത് വിഷയത്തെക്കുറിച്ചും നല്ലൊരു ധാരണയുണ്ടാകണം. നല്ലൊരു ധാരണ. ഏതു നിമിഷങ്ങളിലും മനുഷ്യന്മാർക്ക് ഫിത്നയും പ്രയാസങ്ങളും സൃഷ്ടിക്കാൻ വേണ്ടി പലതരത്തിലുള്ള അപവാദങ്ങളും ഇത്തരത്തിലുള്ള സംവിധാനങ്ങളും സാങ്കേതിക പദങ്ങളെ വെച്ചൊക്കെ സംസാരിച്ചു കൊണ്ട് പലരും വരും. ആ വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായി നമുക്കൊരു ധാരണ മുസ്ലിമീങ്ങൾ എന്ന നിലക്ക്, വിശ്വാസികൾ എന്ന നിലക്ക് നമുക്കുണ്ടാകേണ്ടതുണ്ട്. രണ്ടാമത്തത് അവധാനതയാണ്, വിവേകമാണ്. മുസ്ലിമിൻ്റെ, ഒരു വിശ്വാസിയുടെ മുഖമുദ്രയായി ഇസ്ലാം പഠിപ്പിച്ച ഏറ്റവും 2 നല്ല ക്വാളിറ്റിയാണ്. ഒന്ന് അവധാനത, അൽ ഹിൽമു വൽ അനാത്ത്. അവധാനത ഉണ്ടാകണം. വെപ്രാളം പിടിച്ച് എടുത്തുചാട്ടമല്ല, ഒരിക്കലും അമിതാവേശം ഒന്നിനും പരിഹാരമല്ല എന്നത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അശജ് ഗോത്രത്തിൻ്റെ തലവൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അശജ് ഗോത്രം ഒരുമിച്ച് ഒന്നടങ്കം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. അവർ വരുമ്പോൾ റസൂലിൻ്റെ അടുക്കലേക്ക് എത്തി എന്ന് കണ്ടപ്പോൾ അവരുടെ ഒട്ടകങ്ങളെ ബന്ധിക്കാതെ, അവരിട്ടിരുന്ന നാറിയ കുപ്പായങ്ങൾ മാറ്റാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനുള്ള കൊതി കൊണ്ട് എല്ലാവരും അവരെ ഒട്ടകങ്ങളെ വിട്ട് മുഷിഞ്ഞ വേഷത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഓടി വരുമ്പോൾ അവിടുന്ന് അശജ് ഗോത്രത്തിൻ്റെ തലവൻ ഏറ്റവും നന്നായി വൃത്തിയായി കുളിച്ച് ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് അവിടുന്ന് സുഗന്ധം പൂശി തൻ്റെ ഒട്ടകത്തെ ബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരുമ്പോൾ റസൂലുള്ളാഹ് അശജ് ഗോത്രത്തിൻ്റെ തലവനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളിൽ ഉള്ള ഏറ്റവും നല്ല 2 ഗുണങ്ങളുണ്ട്, അത് അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. അൽ ഹിൽമു വല്ലനാത്ത്, അവധാനതയും വിവേകവും അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. വിശ്വാസികളെ, മുസ്ലിമീങ്ങളെ, നമുക്കുണ്ടാകേണ്ടുന്ന ഏറ്റവും നല്ല ക്വാളിറ്റി, എടുത്തുചാട്ടം ഒന്നിനും പരിഹാരമല്ല. കേട്ടിടത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നതൊന്നും തിരിച്ചറിയാതെ ഓടിച്ചാടി വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന അവസ്ഥയിലേക്ക് മുസ്ലിം സമൂഹം പോകാൻ പാടില്ല. അവിടെ ഏതു സംഘടനകളാണോ അതല്ലെങ്കിൽ നമുക്ക് മുതിർന്നവരാരാണോ നമുക്ക് നിർദ്ദേശങ്ങൾ നൽകാനുള്ളത്, ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പക്വമായി
അവധാനതയോടെ ദീർഘവീക്ഷണത്തോടെ സംയമനം പാലിച്ച് ഏതു വിഷയത്തെയും നോക്കിക്കാണാൻ നമുക്ക് സാധിക്കണം. എന്തുകൊണ്ട്? ഇസ്ലാമിനെതിരിൽ വരുന്ന മുസ്ലിമീങ്ങളെ പ്രയാസപ്പെടുത്തുന്ന അവിടുന്ന് പ്രാർത്ഥന വല്ലാത്തൊരു ആയുധമാണ്. അതുകൊണ്ടാണ് ഓരോ നിമിഷവും നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത് പുതിയ നവതളിരുകളാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. പ്രതീക്ഷയുടെ നാമ്പുകൾ വിടർന്നുകൊണ്ടിരിക്കുകയാണ്. കൈകൾ അല്ലാഹുവിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കാൻ, പ്രതിസന്ധി സമയം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മൂന്നാമതായി മനസ്സിലാക്കേണ്ടുന്നത്, ഞാൻ എന്താണ് നാളേക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്. വഖഫ് സ്വത്തിൻ്റെ ആസ്തിയെക്കുറിച്ച് സംസാരിച്ചു. 9 ലക്ഷം ഏക്കർ ഭൂമി, കോടിക്കണക്കിന് സ്വത്ത്, ഇതൊക്കെ എങ്ങനെയാണ് സഹോദരങ്ങളെ ഉണ്ടായിട്ടുള്ളത്? അവിടെയാണ് ഖുർആനിൻ്റെ ചോദ്യം, യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ. നാളേക്ക് വേണ്ടി നിങ്ങൾ എന്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്? നമ്മളുടെ മുൻഗാമികൾ അള്ളാഹുവിൻ്റെ ഖുർആൻ കേട്ടതുകൊണ്ട്, ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ അവരുടെ നെഞ്ചകങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ അവർ ഇഷ്ടപ്പെട്ട അമൂല്യമായ നിധികൾ അള്ളാഹുവിലേക്ക് കൊടുക്കാൻ അവർ തയ്യാറിട്ടുണ്ട്. നമ്മളുടെ മുൻഗാമികൾ കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഇത്ര വലിയ ആസ്തി ഇന്ന് നിലനിൽക്കുന്നത്. സഹോദരങ്ങളെ, നെഞ്ചത്തു കൈവച്ച് ഞാനും നിങ്ങളും നമ്മളോട് ചോദിക്കേണ്ടുന്ന ചോദ്യം, എന്തു സമ്പത്താണ് നമുക്ക് അള്ളാഹുവിലേക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? സഹോദരങ്ങളെ, നമ്മളുടെ ഒരു മരണം, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരണത്തെ രുചിക്കും എന്ന് ലോകത്തിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, മരണത്തോടെ 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് നമ്മളുടെ ഭാര്യയെ വിട്ട്, മക്കളെ വിട്ട് പള്ളിക്കാട്ടിലേക്ക് 6 അടി മണ്ണിലേക്ക് കൊണ്ടുവെക്കുമ്പോൾ എന്തു നേടി എന്നതിനെക്കുറിച്ച് ഞാൻ നിങ്ങളും ആലോചിക്കണം. ഈ ദുനിയാവിൽ ഓടി നടന്ന് വാരിക്കൂട്ടിയ സമ്പത്ത് ഒരുപക്ഷെ നമ്മളുടെ മരണത്തിന് ശേഷം ഒരു 4-5 മാസം കഴിയുമ്പോൾ നമ്മളുടെ ഭാര്യ മറ്റുള്ള ഒരാളുടെ ഭാര്യയായി തീരും. നമ്മൾ ഉണ്ടാക്കിയെടുത്ത, വിയർപ്പൊഴുക്കി അധ്വാനിച്ച സമ്പത്ത് നമ്മളുടെ മക്കൾ അനന്തരമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കും. നമ്മളൊന്നുമല്ലാതെ ഖബറിൽ നീറുന്ന വേദനകളും പ്രയാസങ്ങളുമായി കഴിഞ്ഞുകൂടേണ്ട അവസ്ഥയാണോ സഹോദര വരുന്നത്? അതുകൊണ്ട് കൃത്യമായി ആലോചിക്കണം. എന്തുണ്ട് അള്ളാഹുലേക്ക് കൊടുത്ത് ഏറ്റവും നല്ല ഒരു സമ്പത്തുമായി റബ്ബിനെ കണ്ടുമുട്ടാൻ കൊടുക്കുന്നതൊക്കെ ബാക്കിയാകും എന്നത് റസൂലുള്ള പറഞ്ഞു. അവിടെയാണ് സൂറത്ത് യാസീനിൻ്റെ ആയത്ത്, വനക്തുബു മാ ഖദ്ദമു വആഥാറഹും. ഖുർആൻ വല്ലാത്തൊരു ഓർമ്മപ്പെടുത്തലാണ്. വനക്തുബു മാ ഖദ്ദമു, നിങ്ങൾ പ്രവർത്തിച്ചത് അള്ളാഹുവിൻ്റെ അടുക്കൽ രേഖയുണ്ട്. വആഥാറഹും, നിങ്ങളുടെ അനന്തരഫലങ്ങളും. ജീവിതത്തിൽ നമ്മൾ വിട്ടേച്ചു പോകുന്ന, നമ്മൾ പള്ളികൾക്ക് അതല്ലെങ്കിൽ മറ്റു നന്മകൾക്ക് നമ്മൾ ചിലവഴിക്കുന്ന സമ്പത്തുകൾ നമ്മൾ മരണപ്പെട്ടാലും നമ്മളുടെ അക്കൗണ്ടിലേക്ക് നമ്മളറിയാതെ നമ്മുടെ അക്കൗണ്ടിലേക്ക് നന്മകളായി വരും. സഹോദരങ്ങളെ, നമ്മൾ ഖബറിലേക്ക് ചെല്ലുമ്പോൾ എന്തുണ്ട് നമ്മളുടെ അക്കൗണ്ടിലേക്ക് വരാൻ എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി ആലോചിക്കണം. സമ്പത്തുകൾ വാരിക്കൂട്ടി ഒന്നുമല്ലാതെ എല്ലാം വിട്ടേച്ചു പോകുന്ന ഖബറിലേക്ക് പോകുമ്പോൾ 3 കഷ്ണം തുണിയല്ലാതെ, അവനവൻ ചെയ്ത അമലുകളല്ലാതെ പിന്നെ എന്താണുള്ളത്? അവിടെയാണ് റസൂലുള്ള പറഞ്ഞത്, ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ ജാരിയായ സ്വതക്ക അവൻ്റെ കൂടെയുണ്ടാകും. പള്ളിക്ക് വേണ്ടി അതല്ലെങ്കിൽ മറ്റു നന്മകൾക്ക് വേണ്ടി എന്തൊക്കെ ചിലവഴിച്ചിട്ടുണ്ടോ, ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ വേർപെട്ടു പോയാലും ഈ ഭൂമിയിൽ ആളുകൾ ചെയ്യുന്ന സുജൂദ്, ഈ പള്ളിയിൽ വന്നിരുന്ന് ഈ പള്ളി ആരൊക്കെയോ പടുത്തുയർത്തിയിട്ടുണ്ട്, ആരുടെയൊക്കെയോ സമ്പത്തിൻ്റെ വിഹിതമുണ്ട്, പലരുടെയും വിയർപ്പുണ്ട്. ഇവിടെ നിർവഹിക്കപ്പെടുന്ന ഓരോ സുജൂദും നമ്മൾ മരണപ്പെട്ടാലും നമ്മളുടെ അക്കൗണ്ടിലേക്ക് സുജൂദിൻ്റെ കൂലി അള്ളാഹു തരും, മറ്റുള്ളവർക്ക് ഒട്ടും കുറയാതെ തന്നെ. ഇവിടെ ഇരുന്ന് ഖുർആൻ പാരായണം ചെയ്താൽ ഖുർആൻ പാരായണത്തിൻ്റെ ഒരു ഓഹരി നമ്മളുടെ അക്കൗണ്ടിലേക്ക് വരും. സഹോദരങ്ങളെ, എന്തു ബാക്കിയാക്കിയാണ് നമ്മൾ അള്ളാഹുലേക്ക് യാത്ര ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്നത്? അതുകൊണ്ട് ആധാറുകൾ, അടയാളപ്പെടുത്തലുകൾ ജീവിതത്തിൽ ഉണ്ടാകണം. ഏറ്റവും വലിയ ഒരു പണ്ഡിതൻ ഷെയ്ഖ് മുസജ്ജൽ അദ്ദേഹം പറഞ്ഞു, മരിക്കുന്നതിന് മുമ്പ് ജീവിതത്തിൽ നിങ്ങൾ അടയാളപ്പെടുത്തലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇന്നും ജീവിച്ചിരിക്കുന്ന പണ്ഡിതനാണ്, വെറുതെ ജീവിച്ച് മരിച്ചു പോകലല്ല. എന്തടയാളപ്പെടുത്തി സഹോദരങ്ങളെ, എന്തു നേടി എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. റബ്ബിൻ്റെ അടുക്കിലേക്ക് ഒരു വലിയ പാതേയമായി റബ്ബിനെ കണ്ടുമുട്ടാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അള്ളാഹു അതിനെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അദീം ലി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മളുടെ മക്കളുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ചില വിഷയങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. ഞാനിവിടെ നിന്ന് ഖുതുബ നിർവഹിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ പല രക്ഷിതാക്കളും അവരവരുടെ മക്കളുടെ ആവലാതികളും പ്രയാസങ്ങളും പങ്കുവെക്കുകയുണ്ടായി. പൊതുവിൽ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ പ്രയാസങ്ങളാണ് അവരവരുടെ വീടുകളിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് വേനലവധിയാണ്. 2 മാസം നമ്മളുടെ മക്കൾ എന്താണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഒന്നും നമുക്ക് ചെയ്തു കൊടുക്കാനില്ലെങ്കിൽ വീട്ടിലെ ടെലിവിഷനും കയ്യിലെ മൊബൈലും കൊണ്ട് നമ്മുടെ മക്കളുടെ യാത്ര എവിടേക്കാണ് എന്നത് പ്രവചിക്കാൻ പോലും കഴിയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ 2 നിഅമത്തുകൾ, നിഅമതാനി മഹ്ബൂനുൻ ഫീഹിമ കസീറുൻ മിനന്നാസ്, 2 അനുഗ്രഹങ്ങളെക്കുറിച്ച് അധികം ആളുകളും അശ്രദ്ധരാണ്. അസ്വിഹത്തു വൽ ഫറാഹ്, ഒന്ന് ആരോഗ്യമാണ്, ഒന്ന് ഒഴിവ് സമയമാണ്. ആരോഗ്യം തന്ന റബ്ബ് ആരോഗ്യത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. ആരോഗ്യം അള്ളാഹു നൽകിയ അനുഗ്രഹമാണെങ്കിൽ ഇന്ന അവ്വല മാ യുസ്അലു അൻഹു യൗമൽ ഖിയാമ യഅനി അസ്വിഹ, ഒന്നാമത്തെ അനുഗ്രഹത്തെ വിചാരണയ്ക്കെടുക്കുമ്പോൾ അള്ളാഹു ചെയ്തു തന്ന ആരോഗ്യത്തെയാണ് ഒന്നാമതായി വിചാരണ ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ആ സമയത്തെയും അള്ളാഹു തന്ന ആരോഗ്യത്തെയും കൃത്യമായി വളരെ ധാരണയോടുകൂടി നമ്മൾ ചിലവഴിക്കാൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് മക്കളുടെ വിഷയത്തിൽ അവർ ഒരുപക്ഷെ മൊബൈൽ, അതിൻ്റെ റീൽസും അതുപോലെ തന്നെ ഗെയിമുമായി അങ്ങനെ ജീവിതം മുന്നോട്ട് പോയാൽ 2 മാസം എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ ഒന്നും ഉണ്ടാവില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് ദീനീ വിജ്ഞാന സദസ്സുകൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കണം. അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ വാപ്പയെ വാപ്പയായി കാണാത്ത, ഉമ്മയെ ഉമ്മയായി പരിഗണിക്കാത്ത മക്കൾ വളർന്നു വരുന്ന ഒരു ലോകം സൃഷ്ടിക്കപ്പെടും. അതുകൊണ്ട് ഈ ഒരു കാലഘട്ടമൊക്കെ ഇങ്ങനെയാണ്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റൂ എന്നൊരു രക്ഷിതാവ് വിചാരിക്കാൻ പാടില്ല. നമ്മളല്ലാതെ ആരാണ് നമ്മുടെ മക്കളെ ഏറ്റവും നല്ല വഴിയെ കൊണ്ടുവരാൻ സഹോദരങ്ങളെ സാധിക്കുന്നത്? നമ്മുടെ മരണത്തിന് ശേഷവും നമ്മളുടെ പദവികൾ, സ്വർഗത്തിൻ്റെ 100 പദവികളെ റസൂലുള്ള പറഞ്ഞതിൽ ഓരോ പദവികളിലും ഉയർച്ച കിട്ടുമ്പോൾ അള്ളാഹുവെ ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ റബ്ബ് പറയുന്നത് വലതുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനം. ആ സന്താനത്തിൻ്റെ പ്രാർത്ഥനയാണ് നമ്മൾ മരണപ്പെട്ടാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ ഒരു വേള നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നത് നമ്മൾ മനസ്സിലാക്കണം. കൃത്യമായ ഒരു ടൈം ടേബിൾ നമ്മളുടെ മക്കൾക്ക് വേണ്ടി സെറ്റ് ചെയ്യാൻ സഹോദരങ്ങളെ സാധിക്കണം. 5 നേരത്തെ നമസ്കാരം അത് കൃത്യമായി ബോധ്യപ്പെടുത്തണം. മുറു ഔലാദക്കും, നിങ്ങൾ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ മക്കളെ ഓർമ്മപ്പെടുത്തണം, കൽപ്പിക്കണം. അടിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചത് നിസ്കരിക്കാത്ത മക്കളെ അടിക്കാൻ. 10 വയസ്സ് കഴിഞ്ഞാൽ റസൂലുള്ള പഠിപ്പിച്ചത് നിസ്കരിച്ചിട്ടില്ലയോ അടിക്കണം. പഠിക്കാത്തതിന് അടിക്കുന്നവരാണ്, ദുനിയാവിലെ പല വിഷയത്തിനും ദേഷ്യപ്പെടുന്നവരാണ്. എന്നാൽ ദീനിൻ്റെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ മതത്തെക്കുറിച്ച് നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ ഏതൊരു വാപ്പ മക്കളെ അടിച്ചിട്ടുണ്ട്? അടിക്കണം സഹോദരങ്ങളെ, അടിക്കണം. അത് റസൂലിൻ്റെ കൽപ്പനയാണ്. അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ കൃത്യമായി 5 നേരം പള്ളിയിലേക്ക് പോയി ജമാഅത്തായി നിസ്കരിക്കാൻ കഴിയുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് നമ്മൾ പരിശോധിക്കണം. ഖുർആൻ പാരായണങ്ങൾ, ദിക്റുകൾ, അതല്ലെങ്കിൽ മതത്തെക്കുറിച്ച് പഠിക്കാൻ കഴിയുന്ന ചില സംവിധാനങ്ങൾ ഈ വെക്കേഷൻ സമയത്ത് പോലും പലരും പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ പള്ളിയിലും ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസങ്ങളിൽ അതിനെക്കുറിച്ചുള്ള അറിയിപ്പുണ്ടാകും. പലരും അത്തരത്തിൽ ക്ലാസ്സുകൾ വെക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ച് മക്കൾക്ക് വേണ്ട ക്ലാസ്സുകൾ ഇൻഷാ അല്ലാഹ് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ അനന്തരമായി നമ്മൾ വിട്ടേച്ചു പോകുന്നതെല്ലാം ആസ്വദിക്കുന്ന മക്കളാകാതെ നമ്മൾ വിട്ടേച്ചു പോകുന്ന പലതുമുണ്ട്. ഒരു വാപ്പയെ സംബന്ധിച്ചിടത്തോളം വാപ്പ നിസ്കരിച്ച മുസല്ല അത് അനന്തരം എടുക്കാൻ ഏത് മോനുണ്ട്, ഏത് മോളുണ്ട്? വാപ്പ ഓതിയൊരു ഖുർആനുണ്ട്, അതിൻ്റെ പേജുകൾ ഒരു പക്ഷേ കീറിയിട്ടുണ്ടാകും. വാപ്പ ഓതിയ ഖുർആൻ, എൻ്റെ വാപ്പച്ചി ഓതിയ ഖുർആൻ എനിക്കിനി ഓതണം എന്ന് പറഞ്ഞ ആ പഴയ ഖുർആൻ ഒന്ന് കയ്യിലെടുക്കാൻ മക്കൾ, അത്തരത്തിലുള്ള മക്കൾ, എൻ്റെ വാപ്പ ഇരുന്ന് ഖുർആൻ ഓതിയ പ്ലേസാണ്,
അവിടെ എനിക്കിരിക്കാൻ. അതൊരു വികാരമാണ്. അത്തരത്തിൽ ഏറ്റവും നല്ല മക്കളെ വാർത്തെടുക്കാൻ നമ്മളുടെ മരണത്തിന് ശേഷം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഒരുപക്ഷേ നമ്മളുടെ മരണത്തിൻ്റെ സമയം നമുക്ക് വേണ്ടി ഇമാമ് നിന്ന് പ്രാർത്ഥിക്കാൻ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി പ്രാർത്ഥിക്കുന്ന മക്കളെ വളർത്തിയെടുക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കൂ. ആത്മാർത്ഥമായി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 40 വയസ്സുകാരൻ്റെ പ്രാർത്ഥന പോലും ഖുർആൻ പറഞ്ഞു മക്കളെ നന്നായി കിട്ടാനാണ്. റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർദാഹ് വഅസ്ലിഹ് ലീ ഫീ ദുരിയതി. അല്ലാഹുവേ, നല്ല അമലുകൾ ചെയ്യാൻ അല്ലാഹുവേ നീ എൻ്റെ മക്കളെ നന്നാക്കി കൊണ്ടുവരികയും ചെയ്യണം. മക്കളെ നന്നാക്കാൻ ഒരു വാപ്പ പ്രാർത്ഥിക്കുന്നത് 40-ാമത്തെ വയസ്സിലാണ്. ഏതാണ്ട് മക്കൾ കുറച്ചൊക്കെ ഉയർന്ന ഏറ്റവും നല്ല പഠനത്തിലേക്കൊക്കെ വരുന്നൊരു സമയമാണ്. മക്കൾ നന്നായി കിട്ടണം, അതൊരാഗ്രഹമാണ്. ഏതൊരു ഉമ്മയുടെയും ഏതൊരു ഉപ്പയുടെയും വല്ലാത്തൊരാഗ്രഹമാണ്. മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ആ നിലക്ക് ഏറ്റവും നല്ല ഇബാദത്തുകൾ നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തിന്മകളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നാം ഇവരെയും ഒരുമിച്ച് കൊണ്ടുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും അള്ളാഹു ആജിലായ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. മറ്റൊന്ന്, നമ്മളുടെ ആദർശ സഹോദരൻ നിസാർ സാഹിബ്, അദ്ദേഹത്തിൻ്റെ മകൻ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മകന് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിന് ക്ഷമിക്കാനുള്ള, ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ എനിക്കു തന്നെ കണ്ണിൽ നിന്ന് സങ്കടം വരികയാണ്, കണ്ണുനീർ വരികയാണ്. ഒരു വാപ്പ ഒരു മകനെ വേർപെടുമ്പോഴുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ. ഞാൻ അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ എൻ്റെ ഖിബില തെറ്റിപ്പോയി. പറഞ്ഞത് എൻ്റെ ഖിബില തെറ്റിപ്പോയി. ഖിബില നഷ്ടപ്പെട്ടാൽ പിന്നെ എന്താ സംഭവിക്കുക? ആ ഒരു വാചകം തന്നെയാണ് ആവർത്തിച്ച് പറയാനുള്ളത്. വല്ലാത്ത ഒരു സങ്കടമാണ്. അവിടെയാണ് എൻ്റെ അടിമയുടെ ഞാൻ കൊടുത്ത സമ്മാനത്തെ പറിച്ചെടുത്തോ എന്ന് മലക്കുകളോട് അള്ളാഹുവിൻ്റെ ഒരു ചോദ്യമുണ്ട്. ആ സമയം എന്തായിരുന്നു എൻ്റെ അടിമയുടെ പ്രതികരണം? അൽഹംദുലില്ലാ എന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ബൈത്തുൽ ഹംദ് സമ്മാനിക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്ന അള്ളാഹുവിൻ്റെ സന്തോഷ വാർത്ത. ആ ഉപ്പയ്ക്ക് ബൈത്തുൽ ഹംദ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ മകൻ്റെ വേർപാടിൽ ആ കുടുംബത്തിന്, വാപ്പയ്ക്കും ഉമ്മയ്ക്കും അനുഭവിക്കുന്ന പ്രയാസം അള്ളാഹു എത്രയും വേഗം നീ പരിഹരിച്ചു കൊടുക്കണേ റഹ്മാനെ. എല്ലാവരെയും, അവരെയും ഞങ്ങളെയും ആ കുട്ടിയെയും അള്ളാഹുവെ നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. ഞങ്ങൾ ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ തിന്മകളും അള്ളാഹുവെ ഞങ്ങൾക്കും അവനും നീ പുറത്തു മാപ്പാക്കി തരണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.